കോട്ടയം റാഗിംഗ് കേസ് പ്രതികളെ 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഏറ്റുമാനൂർ കോടതിയാണ് പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചത്. മിഥുൻ അയ്യപ്പൻ ചേർന്നു. മിഥുൻ, വിവരങ്ങൾ. വീണ, അല്പസമയം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട കോടതി തീരുമാനമെടുത്തത്. 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്നായിരുന്നു അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരുന്നത്, ഗാന്ധിനഗർ പോലീസ് ആവശ്യപ്പെട്ടിരുന്നത്. അത് അനുവദിച്ചിരിക്കുകയാണ്. ഇനി പ്രധാനമായും തെളിവെടുപ്പ് അടക്കമുള്ള നടപടികളാണ് പൂർത്തിയാക്കേണ്ടത്. ഹോസ്റ്റലിൽ എത്തിച്ച്, അതായത് ഈ റാഗിങ്ങും അതിക്രൂരമായിട്ടുള്ള പീഡനവും നടന്നിട്ടുള്ള ഹോസ്റ്റൽ മുറികളിൽ എത്തിച്ച് പ്രതികളെ തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അതാണ് ഇനി അടുത്ത പൂർത്തിയാക്കേണ്ട പ്രധാനപ്പെട്ട ഘട്ടം. അതിനുവേണ്ടി അല്പസമയത്തിനകം തന്നെ അത്തരം നടപടികളിലേക്ക് കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന്, വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട്. കാരണം ഇവർ റിമാൻഡിലായതിനു ശേഷമാണ് ഇത്തരത്തിൽ വിവാദമായിട്ടുള്ള ഈ അതിക്രമത്തിൻ്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടി കൂടുതൽ കാര്യങ്ങൾ പ്രതികളിൽ നിന്ന് ചോദിച്ചറിയേണ്ടതുണ്ട്. കൂട്ടമായും അതുപോലെ തന്നെ ഒറ്റയ്ക്കായിട്ടുള്ള ചോദ്യം ചെയ്യൽ ഈ ചോദ്യം ചെയ്യലിൻ്റെ നടപടികളുടെ ഭാഗമായിട്ടുണ്ടാകും. മാത്രമല്ല, പ്രതികളുടെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലുള്ള കൂടുതൽ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ ഈ 2 ദിവസം കൊണ്ട് ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഒരുപക്ഷെ ഈ 5 പ്രതികളെയും ഒന്നിച്ച് ഹോസ്റ്റലിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുമോ, അതല്ല പ്രധാന പ്രതിയായിട്ടുള്ള സാമുവൽ ജോൺസൺ, അതായത് 1-ാം പ്രതിയായിട്ടുള്ള സാമുവൽ ജോൺസനെ മാത്രമായി ഒറ്റയ്ക്ക് ഇത്തരത്തിൽ തെളിവെടുപ്പ് നടത്തുമോ എന്നുള്ള കാര്യത്തിൽ തീർച്ചയില്ല. എന്നിരുന്നാലും വൈകാതെ തന്നെ തെളിവെടുപ്പ് അടക്കമുള്ള നടപടിയിലേക്ക് കടക്കും. കാരണം 2 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് പരിഗണിച്ചിരിക്കുന്നത്, അനുമതി നൽകിയിരിക്കുന്നത്. ഇന്നും നാളെയും ഇത്തരത്തിലുള്ള ഈ നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഏറെ വിവാദമായിരുന്നു പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാത്തതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചോദ്യം, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ അന്വേഷണ സംഘത്തിന് നേരെ ഉയർന്നിരുന്നു. പ്രത്യേകിച്ചും പറഞ്ഞിരുന്നത് പ്രതികളുടെ ഇടത് പശ്ചാത്തലമുള്ളതിനാൽ തന്നെ ഇത്തരത്തിൽ വൈകിപ്പിക്കുകയാണ്, കസ്റ്റഡി എടുക്കുന്നതടക്കം വൈകിപ്പിക്കുന്നത്. ഒരു അന്വേഷണ സംഘം ഒരു മൃദു സമീപനം ഈ കേസിൽ സ്വീകരിക്കുന്നതിൻ്റെ ഫലമായി ആണ് എന്നാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ ആരോപിച്ചിരുന്നത്. ഏതാണ്ട് ഒരു ആഴ്ചക്കാലത്തെ റിമാൻഡ് കാലാവധിക്ക് ശേഷമാണ്, റിമാൻഡിൽ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ കസ്റ്റഡി അപേക്ഷ നൽകിയത്. കഴിഞ്ഞ തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കോടതിയെ സമീപിക്കുകയും ഇന്ന് 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിടുകയും ചെയ്തിരിക്കുകയാണ്. തുടർ നടപടികൾ തുടർന്നുള്ള മണിക്കൂറുകളിൽ ഉണ്ടാകും.